ഭയ്യാജി ജോഷി ഏത് കോടതിയിലാണ് ഞങ്ങളുടെ കേസ് മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞത് എന്നങ്ങ് വ്യക്തമാക്കണം. ഒന്ന്, ഭയ്യാജി ജോഷി RSSന്റെ സർക്കാർ അല്ലിപ്പോൾ അദ്ദേഹം സർക്കാർ സ്ഥാനമൊക്കെ ഒഴിഞ്ഞിട്ട് കാലം കുറച്ചായി, പുതിയ ആൾക്കാരാണിപ്പോൾ. അത് ഈ അടിസ്ഥാനപരമായ അറിവില്ലെങ്കിൽ അത് പറയാതിരിക്കണം. ഇനി ഇത് എത്ര കാലം ഇങ്ങനെ തുടരും എന്ന് ചോദിച്ചാൽ, ഈ പ്രക്ഷോഭം നമുക്കറിയാം, അയോധ്യ പ്രക്ഷോഭം മാത്രമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അനുബന്ധ സംഘടനകൾ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അയോധ്യ കാശി പ്രക്ഷോഭവും മധുര പ്രക്ഷോഭവും അങ്ങനെ ഒരു പ്രക്ഷോഭത്തിൻ്റെ തലത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ അവിടെ നടക്കുന്നത് വ്യവഹാരങ്ങളാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പരമോന്നത അധികാരിയായ പൂജനീയ സർസംഘചാലക് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പള്ളിയുടെയും അടിയിൽ നിങ്ങൾ വിഗ്രഹം തിരയേണ്ടതില്ല. പക്ഷേ അയോധ്യ പ്രക്ഷോഭത്തിന്റെ സമയത്ത് തന്നെ ഹിന്ദുത്വ സംഘടനകൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, കാശി മധുര ബാക്കി ഹേ. ആ കാശിയെ സംബന്ധിച്ചും മധുരയെ സംബന്ധിച്ചും ഹിന്ദുക്കൾക്ക് അങ്ങേയറ്റത്തെ വൈകാരികതയുള്ള കേന്ദ്രങ്ങളാണ്. ആ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ കുറച്ചു മുമ്പ് ചർച്ച ചെയ്തപ്പോൾ അങ്ങ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുത്തബ് മീനാറിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു, താജ്മഹലിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഈ കുത്തബ് മീനാറിൽ ഞാൻ നേരിട്ടെടുത്ത ഫോട്ടോയെ കുറിച്ച് പറഞ്ഞു. അവിടെ ഗണപതിയുടെ വിഗ്രഹമുണ്ട്, സാലഭഞ്ജികയുടെ വിഗ്രഹമുണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ സാക്ഷാൽ ബുദ്ധന്റെ വിഗ്രഹമുണ്ട്. പിന്നെ ഈ ബുദ്ധവിഹാരങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഈ വ്യാകുലത കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു ആ ബാമിയാൻ ബുദ്ധപ്രതിമ തകർത്തപ്പോൾ? അഫ്ഗാനിസ്ഥാനിലെ താലിബാനിസ്റ്റുകൾ ആ ബാമിയാൻ ബുദ്ധപ്രതിമ തകർത്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെപ്പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരനും ഒന്ന് കമാന്ന് മിണ്ടിയില്ലല്ലോ. ഹിന്ദു ക്ഷേത്രങ്ങളുടെ അടിയിൽ ബുദ്ധപ്രതിമയാണെന്ന് പറയുമ്പോൾ സുഹൃത്തെ, ഇത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ രാമലല്ലയുടെ പ്രഭാമണ്ഡലത്തെ ഒരു വിഗ്രഹം ബുദ്ധനാണ്. ഈ ബുദ്ധമതം എന്ന് പറയുന്നത്, ബുദ്ധവിശ്വാസം എന്ന് പറയുന്നത് ഹിന്ദുവിന് അന്യമൊന്നുമല്ല. ആ ബുദ്ധനെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാതെ ബുദ്ധ വിഗ്രഹങ്ങൾ അടിച്ചുടച്ചവർ ഇന്ന് ബുദ്ധ വിഗ്രഹങ്ങൾ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അടിയിലുണ്ടെന്ന് വിലപിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഈ ശൃഗാല തന്ത്രമൊക്കെ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് മനസ്സിലാവും. ബുദ്ധനെ ആരാധിക്കുന്നവരാണ് ഹിന്ദുക്കൾ. അഹിംസാ സിദ്ധാന്തം ഇന്ന് ഹിന്ദു സമൂഹം ആചരിക്കുന്നത് ബുദ്ധ സംസ്കാരത്തിൽ നിന്നാണ്. ആ ബുദ്ധനെ ദശാവതാരങ്ങൾ ഒന്നായിട്ട് ഇതാ ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാമലല്ലയുടെ വിഗ്രഹത്തിലെ പ്രഭാമണ്ഡലത്തിലെ ഒരവതാര വിഗ്രഹം ബുദ്ധനാണ് സഹോദര. അപ്പം നിങ്ങൾ ഈ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അടിയിലെല്ലാം ബുദ്ധവിഗ്രഹമുണ്ട്, ബുദ്ധവിഗ്രഹങ്ങളെ തകർത്തു എന്നൊക്കെ വിലപിക്കുമ്പോൾ ബാമിയാൻ ബുദ്ധപ്രതിമ 52 അടി ഉയരം ഉണ്ടായിരുന്ന ബാമിയാൻ ബുദ്ധപ്രതിമയെ താലിബാനിസ്റ്റുകൾ തകർത്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇനി വേണ്ട, ഈ അയോധ്യയിൽ കൃത്യം 10 കിലോമീറ്റർ അപ്പുറത്ത് അടിച്ചുടച്ചിട്ടിരിക്കുന്ന മുസ്ലിം അക്രമകാർ, നിങ്ങൾക്ക് സംശയമുണ്ട് ഈ ഇവർ തകർത്തോ ഇല്ലയോ എന്നൊക്കെ. എന്തിനായിരുന്നു ഈ ബുദ്ധവിഹാരങ്ങൾ മുഴുവൻ തകർത്തത്? ഔറംഗസേബിന്റെ കാലത്ത് തകർത്താണ്. ഒന്നാന്തരം ബുദ്ധവിഹാരങ്ങൾ അവിടെ തകർത്തിട്ടിരിക്കുകയാണ്. അവരെന്തുകൊണ്ട് അത് വീണ്ടെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ കയ്യില സമരം ചെയ്യാത്തതെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള ബലമില്ലാത്തതുകൊണ്ടാണ്. ഹിന്ദു സമൂഹത്തിന് അതിനുള്ള ബലമുണ്ട്. ഇനി ഈ ബാമിയാൻ ബുദ്ധപ്രതിമയുടെ റെപ്ലിക്ക അവിടെ തായ്ലൻഡ് ഗവൺമെന്റ് കൊണ്ട് സ്ഥാപിച്ചിരിക്കുക. അയോധ്യയിലെ കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ താലിബാൻ തകർത്ത 52 അടി ഉയരമുള്ള ബുദ്ധപ്രതിമയെ ഇവിടെ അയോധ്യയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഭാരത സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി. നിങ്ങൾ ഏത് ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്? അപ്പം അതുകൊണ്ട് ഈ അറിവില്ലാത്ത കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായി ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ചരിത്രത്തിന്റെ വസ്തുതകളുടെ തെളിവ് വെച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച നടത്തുന്നത്. അതല്ല ഊഹാഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയരുത് ഇത്തരം ഒരു ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട്.